18-ാം തീയതി രാത്രി എത്ര മണിയാ സമയം 9:57 9:57 10 മണിയാ പറയട്ടെ ഏകദേശം. നമ്മുടെ പിള്ളേരുകൾ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. 19-ാം തീയതി ഷൂട്ട്, നാളല്ലേ 19-ാം തീയതി നമ്മുടെ മെയിൻ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഇതെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഷൂട്ട് ഏതാ സൃഷ്ടി, പേര് സൃഷ്ടി. ചിലപ്പോ നാളെ ഞങ്ങൾ പേര് മാറ്റും. ഇപ്പൊ തൽക്കാലം സൃഷ്ടി എന്നാണ് പേര്. സോ മോഡലും മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാവരും ഒക്കെ 2:30-3 മണിയോട് കൂടിയിട്ട് എത്തും. പുലർച്ചെ 2 മണി 6 മണിക്ക് ഷൂട്ട് ചെയ്യാൻ പ്ലാന്. ഫസ്റ്റ് നമ്മള് പാടം, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പാടത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഏത് മണിയാണ് കോടന്നൂരും അത് നീ തന്നെ പറയണം. നരിമട കുന്നിന്റെ അടിയിലത്തെ അമ്പലത്തിന്റെ ബാക്കിൽ നമ്മൾ സ്ഥിരം ചെയ്യണ കാട്ടിലാണ് നമ്മുടെ കാട്ടിന്റെ ഷൂട്ട്. പിന്നെ നമ്മുടെ മനയിലാണ് ബാക്കി കാര്യങ്ങൾ. അപ്പൊ 3 പ്ലേസ് ആണുള്ളത്. ഏർലി മോർണിംഗ്, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ ഈവനിങ്. നൈറ്റ് വീണ്ടും നമ്മൾ പാടത്തന്നെ ഷൂട്ട് ചെയ്യും. മെയിൻ ഫ്രെയിമുകൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഇനിയൊക്കെ ദൈവനിശ്ചയം പോലെ. കാരണം നമുക്ക് മോഡലിനെയും പകരം മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാവരും വഴി നീട്ടി വേട്ട. സത്യം പറഞ്ഞാൽ ദാസപ്പനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയുന്ന എല്ലാ സാധനങ്ങളും ഇപ്പൊ ഞങ്ങളിപ്പോ ഈ ഷൂട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ന് ഫേസിൽ വരയ്ക്കാനായിട്ട് ഒരാളെ അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അയാളുടെ വഴിയിൽ നിന്ന് ചായ പിടിക്കുന്നു. അപ്പൊ എല്ലാം വഴിയിൽ നിന്നാണ്. വഴിപോക്കന്മാരെയാണ് ഞങ്ങൾ ഈ ഷൂട്ടിന് റെഡി ആക്കിയിരിക്കുന്നത്. പിന്നെ ക്യാമറ ടീം, കോസ്റ്റ്യൂം, അതൊക്കെ നമ്മൾ സ്ഥിരമാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് പുറത്തുനിന്ന് കിട്ടിയതാണ്. പിന്നെ ഇനി പറഞ്ഞ പോലെ ഒക്കെ ഭാഗ്യമാണ്, കാലാവസ്ഥ, പിന്നെ ഗൂഗിൾ പ്രോ എടുക്കുന്ന വിഷ്വൽസ്, പിന്നെ എല്ലാം ഭാഗ്യാണ്. ബാക്കി നമുക്ക് നാളെ അല്ലടോ കുട്ടിയുടെ കാര്യം പറഞ്ഞ നമ്മുടെ മോഡല് നൈനു എന്ന പേര്. ഞങ്ങള് ഈ ദിവസം എന്ന് പറഞ്ഞല്ലേ ഞങ്ങള് സാധാരണ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത്, വിവേകന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങൾ കുട്ടികളുടെ ലൊക്കേഷൻസ് ഒക്കെ ഞങ്ങൾ 2 ദിവസം മുന്നേ സെറ്റ് ചെയ്തു. എല്ലാം നോക്കിയിട്ട് കുട്ടികളെ എങ്ങനെയായാലും കിട്ടും. കാരണം കുട്ടികളായിട്ട് എളുപ്പമാണ്. പക്ഷെ എല്ലാവർക്കും എക്സാം ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാ വീട്ടിലും 2 ദിവസമായിട്ട് എല്ലാ വീട്ടിലും കയറി ചോദിക്കുക കുട്ടികളുണ്ടോ ഒരു രക്ഷയില്ല. കുട്ടികളെ കിട്ടില്ല. പിള്ളേർക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് രാവിലെ എക്സാം, അല്ലെങ്കിൽ വൈകുന്നേരം. പിന്നെ നടക്കാത്ത പിള്ളേരാ. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ 5 മണിക്ക് എനിക്ക് 4 മണി 5 മണിക്ക് എനിക്ക് വരണം. അവസാനം ഇന്നിപ്പോ ഇന്നിട്ടാ, അതായത് നാളെ ഷൂട്ടാണ്. ഇന്നിപ്പോ ഒരു ഏകദേശം ഒരു 4-5 മണി നേരത്തെ ഞങ്ങൾ ഇവിടെ ചായ വിളിച്ചിരിക്കും. നൈനുകളുടെ ബർത്ത്ഡേ, അവള് കേക്കായിട്ട് ഞങ്ങളെ കാണാൻ വരുന്നത്. ദൈവന്റെ കൂടെ സാധനം സെറ്റ് ചെയ്തു. അപ്പൊ തന്നെ ഉന്നോട് പറഞ്ഞു സ്പെഷ്യൽ സാധനം എന്റെ ബർത്ത്ഡേ നാളെ രാവിലെ നമുക്ക് ഷൂട്ട് ചെയ്താലോ. അങ്ങനെ സാധനം സെറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കുന്നത് പ്രതീക്ഷിക്കും. കഥയും കാര്യങ്ങളൊക്കെ ബാക്കി ഇതേപോലെ കാണാനുള്ളത്. ഇത് ചെറിയ തുറക്കണം. ഇന്നത്തെ ഇപ്പൊ പറഞ്ഞത് ചെറിയ സ്റ്റോറി ആണെങ്കിലും കഥ വലുതാണ്. അതിന് എങ്ങനെ സബ്മിറ്റ് ചെയ്യണോ, എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കണോ എന്നുള്ളതൊക്കെ ഒരു റിസ്കി ഫാക്ടറാണ്. പക്ഷെ എത്തിക്കും ഇല്ലേ? ഞങ്ങളെ ചെറിയൊരു ഷൂട്ടായിട്ട് പ്ലാൻ ചെയ്തതാണ്. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് അത് വലിയൊരു ഷൂട്ടിലേക്ക് എത്തി. ഇത്രയും ഗ്രൂപ്പ് ഏകദേശം ഒരു 19 ആളുടെ ക്രൂ ആയിട്ട് ഈ ഷൂട്ട് മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള റിസൾട്ടും കൂടി തരാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഞങ്ങളുടെ മാക്സിമം എന്തായാലും ഉണ്ടാവും. ഞങ്ങളുടെ ഇപ്പൊ ആളുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും എല്ലാവരും റെഡി, ഫുൾ ടീം ഒരുപോലെ ഒന്ന് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും, ഉണ്ടാവണം. അമ്മക്ക് എന്തായാലും പറയാണ്ട് ഞാൻ പറഞ്ഞു. അതെ, ഈ വീഡിയോ ഇത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുത്തേക്കണ ഒരു വാക്ക് ഞാൻ പറയട്ടെ ഒരു കാര്യം. ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് ഇതൊക്കെ ഹിറ്റായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുത്തേക്കണ വാക്ക് ഗൂഗിൾ പ്രോ കല്യാണം കഴിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആലോചനകൾ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ അഭിപ്രായം അമ്മേനൊന്ന് ഫോക്കസ് ചെയ്യൂ. അപ്പൊ അമ്മ അത് വാക്ക് കൊടുത്തിട്ടുണ്ട്. ദാസപ്പൻ പറഞ്ഞത് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. സാക്ഷി MLT സാക്ഷി നല്ല കുട്ടികളുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു. അതായത് അതെ, ജാതി മതത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധത്തിന് അമ്മ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷി. അപ്പൊ ഞാൻ അതിന് വേണ്ടപ്പെട്ട കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം. പിന്നെ ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും പറഞ്ഞ എന്റെ അനിയൻ, പ്രിയപ്പെട്ട അനിയൻ ഇവിടെ ഈ നിമിഷ വേദിയിൽ ഇല്ല. പണിയെടുക്കാൻ രക്ഷപ്പെടാൻ പോയി.
ചോരെ അപ്പൊ നമ്മുടെ ഷൂട്ടിന്റെ എല്ലാ പരിപാടികളും ഒരുക്കങ്ങളും അവസാനിക്കാറായി. ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഷൂട്ട് തുടങ്ങും. എല്ലാവരും ഉറക്കം പോലും ഇല്ലാണ്ട് പണിയിലാണ്. നമ്മുടെ മേക്കപ്പ് ചേട്ടന്മാരായാലും എല്ലാവരും ചേച്ചിമാരായാലും രാവിലെ മുതൽ ഏകദേശം ഒരു 1 മണിക്ക് തുടങ്ങിയതാണ് മേക്കപ്പിൻ്റെ കാര്യങ്ങൾ. മുഖത്ത് കുറച്ച് ലൈൻസ് തെയ്യത്തിൻ്റെതായ പോലത്തെ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ തന്നെ തുടങ്ങിയതാണ്. നോക്കി നോക്കാം, ബാക്കി വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ കൽശമലയിൽ ബാക്കിൽ നമ്മുടെ സ്ഥിരം സ്പോട്ടിലാണ് എത്തിയുള്ളത്. നമ്മുടെ എല്ലാ അടിപൊളി ഷൂട്ടുകളൊക്കെ ഇവിടെ നിന്നാണ് ഇറങ്ങിയുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങോട്ട് പിള്ളേർ അവിടെ മുകളിലൊക്കെ റെഡി ഉണ്ട്. 2 പേര് അവിടെ കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിറകിലാരാന്ന് വെച്ചാൽ നമ്മുടെ അഖിൽ മച്ചാൻ, നമ്മുടെ പാലക്കാട് നിന്ന് നമ്മുടെ സ്വന്തം അഖിൽ മച്ചാനാണ് വന്നത്.
ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മനയിലാണ് ഷൂട്ട്. ജനനം ദേവി വരുന്നൊരു ഭാഗം ഷൂട്ട് നമ്മുടെ കോടനാട് മനയിലാണ്. രാവിലത്തെ കുറച്ച് ഷൂട്ട് നേരം വൈകി 10 മണി. നമ്മള് പുലർച്ചെ ഏകദേശം 1 മണിക്ക് ഇങ്ങനെ തുടങ്ങിയില്ല മേക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പേരെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ഒരു 7 മണി 8 മണി കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ മോർണിംഗ് പാടത്തെ ഷൂട്ട് നടന്നിട്ടില്ല. സോ നമ്മൾ മനയിലത്തെ ഷൂട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ പാടത്തെ ഷൂട്ട് തുടങ്ങും. പക്കല കോസ്റ്റ്യൂം നല്ല വിശപ്പുണ്ട്, നല്ല ഉറക്കം തന്നെ. തിന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ്. അമ്മേ ദേവി മഹാമായേ കട്ട് ചെയ്തു ഈ വോയിസ് കൂടെ തന്നെ ഇടും. അതിൽ നമ്മളും ചേർന്നിടും ആരാധികേ മഞ്ഞുതിരും വഴിയരികെ. നമ്മളെ പ്ലാന് പലവിധം ഉണ്ടെങ്കിലും പരിപാടി നമ്മൾ ഉഷാറായിട്ട് സെറ്റാക്കി അല്ലേ, എല്ലാത്ത പോലെ. പക്ഷെ നമ്മൾ വിചാരിച്ച എല്ലാം എടുത്തത്, പക്ഷെ കിട്ടിയത് നല്ല പടങ്ങളാണ് കിട്ടിയുള്ളത്. കിട്ടിയത് നല്ല പടങ്ങളാണ്. നമുക്ക് നോക്കാം അല്ലേ. അല്ലേ ചെമ്പ, എന്താ ചെമ്പ അല്ലേ, കറക്റ്റ് അല്ലേ? അതില് പറഞ്ഞിട്ട് അടിപൊളി എന്ന് പറഞ്ഞേ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ബാക്കി സ്ക്രീനിൽ, ശേഷം സ്ക്രീനിൽ വിചാരിച്ചതൊന്ന്, കിട്ടിയത് വേറെ ഒന്ന്. പക്ഷെ സന്തോഷം അത്ര തന്നെ. ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വാവായിട്ടുണ്ടായിരുന്നു. ഞാൻ ആരാന്ന് മനസ്സിലായോ? ചേട്ടന് മനസ്സിലായോ?
ഇല്ല ഞാനാണ് ദൈവേ. അതെ ആ ഞാൻ അടുത്ത ദൈവം നമ്പർ 2 ആവാൻ പോവാണ്. ശരിക്കത്തെ ഭംഗിയുള്ള ദൈവം. അതിപ്പോ എന്താ ചെയ്തപ്പോ? ഇപ്പൊ ഭംഗിയുള്ള ദൈവം ആയിരുന്നു, പക്ഷെ എന്നാലും കുറച്ചുകൂടെ മതി കഴിഞ്ഞു പോയി. ഷൂട്ട് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്തു. ഉറക്കത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് സ്റ്റിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് റിസ്ക് എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫിസിക്കലി പ്രശ്നം വരുന്ന കുറച്ച് കാര്യങ്ങൾ, പക്ഷെ ഞാൻ നല്ല എൻജോയ് ചെയ്തു. എല്ലാ ടീമും ക്രൂവും. ഞാൻ ഔട്ട് ഇറങ്ങുമ്പോൾ ബാക്കി അഭിപ്രായങ്ങൾ കൊടുക്കണം. ആര് പറയണം? നിങ്ങൾ പറയും. എന്താ ചേട്ടാ പറയണ്ടേ? ഞാൻ ദൈവമല്ലേ, ഞാൻ പറയില്ലല്ലോ. നിങ്ങൾ പറയും. ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ യൂട്യൂബിൽ വരുമ്പോ അജുവിന് എയറില് പോയി. നിങ്ങളെല്ലാരും എയറിലും പോണ്ട ആൾക്കാരെ. എയറിൽ പോണല്ലേ? എയറിൽ പോകും. മച്ചവരെ, അപ്പൊ നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം 1 വർഷം തന്നെ കാത്തിരുന്നുണ്ട് നമ്മുടെ ഈ ഷൂട്ട് ഫീൽഡില്. അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തെന്ന് വിവരം ബാക്കി എന്ന് പറയാൻ ഇപ്പൊ നമ്മള് ഒരു ടീം വർക്ക് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ചെറിയൊരു ഷൂട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് അത് ഏകദേശം ഒരു 10-30ഓളം ആൾക്കാരിലേക്ക് നമ്മുടെ ടീം ഡെവലപ്പ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. മേബി നിങ്ങളത് കാണും. അപ്പോൾ നമുക്കിപ്പോൾ മേക്കപ്പ് ആണെങ്കിൽ ജസ്റ്റാണ് നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്ന് നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ വർക്കുകൾക്കും ഉണ്ടാകുന്ന ഒരാൾ തന്നെയാണ്. നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ വക ആഡിങ്സുകളും ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് വരാറുണ്ട്. പിന്നെ ഇത് ഇപ്രാവശ്യം ആർട്ട് കാര്യങ്ങൾ രമല് എല്ലാ പ്രാവശ്യവും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ തന്നെ. പിന്നെ മനു ഇപ്പോൾ പുതിയതായിട്ട്, ജീഷ്മ എനിക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് ജീഷ്മ എത്തി. പിന്നെ നമ്മുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളെല്ലാവരും കൂടി കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ അത് വന്നെത്തി നിൽക്കുന്ന ഇപ്പം ഈ എൻഡ് ഓഫ് ദ ഡേ അത് വന്ന് നിൽക്കുന്നത് വലിയൊരു റിസൾട്ടിലാണ്. അതായത് ഇത് വളരെ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഗൂഗിളിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗൂഗിളിന്റെ ഷൂട്ടിന് നമ്മൾ എത്ര വെൽ പ്ലാൻഡ് ആയാലും അത് നടക്കില്ല, വഴിയുന്നേ കിട്ടുള്ളൂ. സത്യസന്ധമായിട്ട് പറയുന്നത്. കാരണം ഇപ്പൊ നമുക്കൊരു സംഭവം വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ബൈക്കിൽ പോണ സമയത്ത് വഴിയിൽ നമ്മളെ സംഭവം കാണും. അത് എന്തോന്നറിയില്ല, ലക്കിയാണോ ഗൂഗിള് അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഭാഗ്യമാണോ ഞങ്ങളുടെ ഭാഗ്യമാണോ എന്ന് അറിയില്ല. എല്ലാം അങ്ങനെ വഴിയിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് അത് പറഞ്ഞ 10 പേര് പ്ലാൻ ചെയ്ത ഷൂട്ട് ഒരു 10-30 പേരിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാലോ, അത് അത്രയും എഫേർട്ട് ഉണ്ടാവും. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഷൂട്ട് അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ വീഡിയോ ആണെങ്കിലും സ്റ്റില്ലാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് എല്ലാത്തിനും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനൊക്കെ കൂടുതൽ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പിന്നെ നമുക്കൊരു ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ക്രൂ ഉണ്ട്. അത് ഗൂഗിൾ ബ്രോനെ പറയേണ്ടതായിരിക്കും ഇച്ചിരി നന്നാവാം. അപ്പോൾ നമ്മുടെ ഷൂട്ടിന് ഇത് ഞങ്ങളുടെ എന്താ പറയുക ഫാമിലി തന്നെയാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി, ഞങ്ങൾ വെഡിങ് വർക്ക് എല്ലാറ്റിനും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. ഞങ്ങളുടെ ഫാമിലിയാണ്. ഷൂട്ടിനായാലും BTS എടുക്കാനല്ല എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ പണിയെടുക്കാനും പട്ടിയെ പോലെ പണിയെടുക്കാനും നല്ല രീതിയിൽ. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇന്നലെ ഓരോരുത്തർ വന്നത് തന്നെ പുലർച്ചെ, പിന്നെ ഇന്നലെ വന്നിട്ട് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഉറങ്ങാണ്ട് തന്നെ പണിയെടുത്തിട്ട് ഇപ്പോൾ എത്ര മണിക്കൂർ 12 മണിക്കൂർ അങ്ങനെ രീതിയിൽ പണിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഷൂട്ട് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നത്. എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കണം. എല്ലാവരും സെപ്പറേറ്റ് പറയണില്ല, പറഞ്ഞ ഒരുപാടുണ്ട് പറയാൻ, എങ്കിലും അടിപൊളിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ASM കലോത്സവത്തിൽ നിന്നാണ്. പട്ടാമ്പി കലോത്സവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മഴയത്ത് ഇങ്ങനെ ഒരു റീലുണ്ട്, ഇങ്ങനെ അതിനാണ് അവിടെ കിട്ടിയത്. അപ്പോൾ ആള് ഇതിലിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽസിനെ നമ്മൾ ഒരുപാട് അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾ പറ്റാവുന്ന ഷൂട്ടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും മോഡൽസിൽ വെറൈറ്റികൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതെ മൊമ്മോനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മൊമ്മോ ഇപ്പം ഇന്നലെ ആണെങ്കിലും രാത്രി വളരെ വൈകിട്ടാണെങ്കിലും അവിടെ നിന്ന് പാലക്കാട് നിന്ന് ഇവിടെ വന്ന് നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പുലർച്ചെ 3 മണിയോടുകൂടി നമ്മൾ മേക്കപ്പ് തുടങ്ങി. അപ്പം മുതൽ ഈ നിമിഷം വരെ ആ ഒരേ എനർജിയിൽ ഇപ്പോഴും ഇനി 2 ഫോട്ടോ എടുക്കും കൂടി ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാണ്. കുറേ ഡീസൽ കുറേ പുകടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് നമുക്ക് അത്രയും റിസൾട്ട് കൂടുതൽ കിട്ടി. ഇപ്പോൾ ഒരു ഫോട്ടോ നമുക്ക് കുറവ് തോന്നിയാലും ആൾ തന്നെ നമുക്ക് ഒന്നുകൂടി എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്രയും നീറ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് മൊമ്മോയും. അപ്പോൾ അതിൽ
താങ്ക് യു പറയണ്ടല്ലോ. വേണ്ട കൈയടി കൈയടി ഏയ്